الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنا هديناه السبيل إما شاكرا وإما كفورا റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ സഫുകൾ ഒന്നുകൂടി ശരിയാക്കുക. ഇതിനുള്ളിൽ ഇരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അത് പൂർത്തിയാകണം എന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും സഫിന്റെ പൂർത്തീകരണം നമസ്കാരത്തിന്റെ ചുമയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. പരമാവധി ആളുകൾ ഉൾപ്പള്ളിയിൽ തന്നെ ഇരുന്ന് നേരിട്ട് ഉത്തുബ കേൾക്കുക എന്നതാണ്. ഒന്ന് എല്ലാവരും പിന്നെ ഇവിടെ സീറ്റ് ഇല്ല എന്ന് പുറത്തുനിന്ന് പറയാൻ പറ്റും. ആ നിലക്ക് ഭദ്രമാണ്. അവിടെ കുറച്ച് ഈ സ്ഥലത്ത് ഒരാൾക്കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് വിലമതിക്കാനാകാത്ത, മൂല്യമറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന അത്രയും പ്രാധാന്യമുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് സഹോദരീ സഹോദരന്മാരെ നാം കടന്നു പോകുന്നത്. രണ്ടാളുകൾ മരണപ്പെട്ടു. ഒരാൾ ഷഹീദും മറ്റൊരാൾ 1 വർഷം കഴിഞ്ഞ് സാധാരണ മരണവും. സ്വഹാബി സ്വപ്നം കണ്ടു. സ്വപ്നം റസൂലുള്ളാഹി സത്യപ്പെടുത്തി. ആ സ്വപ്നത്തിൽ സാധാരണ മരണം വരിച്ച വ്യക്തിക്ക് ഷഹീദായ വ്യക്തിയേക്കാൾ കൂടുതൽ പദവി സ്വർഗത്തിൽ. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഷഹീദായ വ്യക്തിയേക്കാൾ കൂടുതൽ പദവി? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അതിനെന്താ ഇത്ര അത്ഭുതം? അതിനെന്താ ഇത്ര അത്ഭുതം? രണ്ടാമത്തെ വ്യക്തിക്ക് 1 റമളാൻ കൂടുതൽ കിട്ടിയില്ലേ? 1 വർഷത്തെ സുജൂദ് അഥവാ നമസ്കാരം കൂടുതൽ കിട്ടിയില്ലേ? നോക്കൂ, 2 കാരണങ്ങളാണ് ഷഹീദിനേക്കാൾ വലിയ പദവി സ്വർഗത്തിൽ ലഭിക്കാൻ കാരണമായതായി മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ റമളാനിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ റമളാൻ മാസത്തിൽ ഈ നോമ്പ് നോൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത്
ഇസ്ലാമാകുന്ന ദീൻ ലോകത്ത് നിലനിൽക്കുന്ന അവസ്ഥയിലെത്തുന്നതിൽ വലിയ പങ്കാണ് റമളാൻ മാസത്തിൽ നടന്ന ബദർ യുദ്ധത്തിനുള്ളത്. ബദരീങ്ങളെ സ്നേഹിക്കാത്ത, ആദരിക്കാത്ത ഒരാൾക്കും മുസ്ലിമാകാൻ അർഹതയില്ല. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള ബദരീങ്ങൾ 300-ൽ പരം മാത്രം വരുന്ന അവർ ഒരിക്കലും ഭൗതിക സാഹചര്യങ്ങൾ ഒത്തുവരാത്തൊരു സന്ദർഭത്തിൽ ഒട്ടിയ വയറും മുറിഞ്ഞ വാളുമായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബദറിലേക്ക് പോവുകയായിരുന്നു. കാരണം ശത്രുക്കൾ അവർ കച്ചവട സംഘത്തിന് പോകുമ്പോ നേർച്ചയാക്കി. നേർച്ച ആർക്കേ ഉണ്ടാവുള്ളൂ? ദൈവവിശ്വാസികളൊക്കെ ഉണ്ടാവുള്ളൂ. ദൈവവിശ്വാസില്ലാത്തവർക്ക് എന്ത് നേർച്ച? മക്കയിലെ പച്ച മുശ്രിക്കുകളും ദൈവവിശ്വാസികളായിരുന്നു. ആ തെറ്റായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നേർച്ചയാക്കി. ഈ കച്ചവട സംഘവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നയാ പൈസ നമ്മൾ സ്വന്തം എടുക്കില്ല. അത് മുഴുവനും തെറ്റായ വിശ്വാസമുള്ള അവരുടെ ഭാഷയിൽ മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മതത്തെയും നശിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ കച്ചവട സംഘം പോയി വലിയ ലാഭവുമായി അവർ മദീനയെ ലക്ഷ്യം വെച്ചു വരുന്നു. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വഹി കൊടുത്തു, അവരെ മദീനയിലേക്ക് വരാൻ സമ്മതിക്കേണ്ടതില്ല, അങ്ങോട്ട് പോയി പ്രതിരോധിക്കണം. മക്കത്തും മദീനത്തും ഒക്കെ പോയ ആളുകൾക്കറിയാം, മദീനയിൽ നിന്ന് എത്രയോ ദൂരെയാണ് ബദർ കിടക്കുന്നത്. ആ ബദറിലേക്ക് അങ്ങോട്ട് പോയി ശത്രുക്കളെ പ്രതിരോധിച്ചു. അതായിരുന്നു ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിൽ എന്താണ് ഈ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം? എന്തിനാണ് ബദർ ഉണ്ടായത്? അത് നമ്മൾ എല്ലാവരും പഠിക്കണം. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനം ബദറിലുള്ള ഈ വ്യത്യാസത്തിലൂടെ മനസ്സിലാകും. നമുക്കത് എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് ബദറിന്റെ മർമ്മം മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്ന്, ബദറിൽ യോജിക്കുന്ന കുറെ മേഖലകളുണ്ട്. മക്കയിലെ മുശ്രിക്കുകളും മക്കയിലെ മുസ്ലിങ്ങളും യോജിക്കുന്ന കുറെ പോയിന്റുകളുണ്ട്. ഒന്ന്, അല്ലാഹു ഉണ്ട്. ഈ വിഷയത്തിൽ രണ്ടു കൂട്ടർക്കും തർക്കമില്ല. നേരെ നമ്മൾ കുറുവയിലേക്ക്, നമ്മുടെ കണ്ണൂരിലേക്ക് വരിക. ഇവിടെയുള്ള ബഹുമാന്യരായ ഹൈന്ദവ ക്രൈസ്തവ സഹോദര മുസ്ലിങ്ങളും തമ്മിൽ പടച്ചോനുണ്ടോ ഇല്ലെന്ന് വെച്ച് തർക്കമില്ല. നിരീശ്വരവാദത്തിനെതിരെ അവർ പരിപാടി നടത്താറുണ്ട്. അപ്പൊ പടച്ചോനുണ്ട് എന്ന വിഷയത്തിൽ മക്കയിലെ മുശ്രിക്കുകളും മുസ്ലിങ്ങളും ഒരേ അഭിപ്രായം. രണ്ടാമത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, സംവിധാനിക്കുന്നത്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ആ വിഷയത്തിൽ മക്കയിലെ മുശ്രിക്കുകളും മുസ്ലിങ്ങളും ഒരേ അഭിപ്രായമായിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. മുഹമ്മദ് നബിയെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ്, സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തിയത് ആരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്. സൂറത്ത് യൂനുസിൽ കാണാം, വമൻ യുദബ്ബിറുൽ അംർ. ആരാണ് മുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്? അവർ പറയും അല്ലാഹുവാണ് എന്ന്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇവിടെ ഹൈന്ദവ ക്രൈസ്തവ മറ്റ് മതവിശ്വാസികൾ അവരാരെങ്കിലും പറയുമോ ആകാശത്തെ സൃഷ്ടിച്ചത് യേശുവാണ്, ഭൂമിയെ സൃഷ്ടിച്ചത് ശ്രീരാമനാണ്? അല്ല, അത് നിങ്ങളും ഞങ്ങളൊക്കെ പറയുന്ന പടച്ചോൻ തന്നെ. അപ്പോ അവിടെ ഇവിടെയൊക്കെ ഒരേപോലെയാണ് വിശ്വാസം. 2 പോയിന്റായി യോജിപ്പുള്ള 2 പോയിന്റ്. ഒന്ന്, അല്ലാഹു ഉണ്ട്. ഒന്ന്, അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നതും സംവിധാനിക്കുന്നതും. മൂന്നാമത്തെ യോജിപ്പ് ശരിക്കും ശ്രദ്ധിക്കണം, പടച്ചവനോട് പ്രാർത്ഥിക്കാം എന്ന വിഷയത്തിൽ മക്കയിലെ മുസ്ലിമും മക്കയിലെ മുശ്രിക്കും ഒരേ അഭിപ്രായം. അങ്ങനെയുണ്ടോ? നമ്മുടെ മനസ്സിൽ ചോദ്യം വരണം. പടച്ചവനോട് പ്രാർത്ഥിക്കണം, പടച്ചവനോട് പ്രാർത്ഥിക്കാം എന്ന വിഷയത്തിൽ മക്കയിലെ മുസ്ലിമും മക്കയിലെ മുശ്രിക്കും ഒരേ അഭിപ്രായം. ഫഇദാ റകിബൂ ഫിൽ ഫുൽക് ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിൽ 65-ാമത്തെ ആയത്തിൽ മക്കയിലെ മുശ്രിക്കുകളുടെ സ്ഥിതി ഖുർആൻ പറയാണ്. ഫഇദാ റകിബൂ ഫിൽ ഫുൽ, അവർ കപ്പലിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ. 31-32 സൂറത്ത് ലുഖ്മാനിൽ പറഞ്ഞത് വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലൽ, വലിയ മലകൾ പോലെയുള്ള തിരമാലകൾ ഇങ്ങനെ വരികയാണ് കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ ആ കപ്പൽ മറയുന്ന ഒരവസ്ഥ എത്തിയാൽ അവർ അല്ലാഹുവോട് ദുആ ചെയ്യും, പടച്ചോനേന്ന് വിളിക്കും. ആര്? മക്കയിലെ പാച്ച മുശ്രിക്ക്, പടച്ചോനെ രക്ഷിക്കണേ. അത് വെറുതെ വിളിച്ചതാ അല്ല. അടുത്ത വാചകം എന്താ? ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ,
ഇഖ്ലാസോടുകൂടിയാണ് മക്കയിലെ മുശ്രിക്ക്, മക്കയിലെ ബൗദ്ധ വിശ്വാസി പടച്ചോനേന്ന് വിളിച്ചത്. ഈ വണക്കം പടച്ചവന് സമർപ്പിച്ചുകൊണ്ട്. ആയത്ത് തീർന്നില്ല. ഫലമ്മാ നജ്ജാഹും ഇലൽ ബരി, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാലോ ഇദാഹും യുശ്രികൂൻ, ഇബ്രാഹിം നബി നമ്മളെ രക്ഷപ്പെടുത്തി, ഇസ്മായിൽ നബിയുടെ ബർക്കത്തോടെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പോ മക്കയിലെ മുശ്രിക്ക് ആത്മാർത്ഥമായി പടച്ചോനെ കാക്കണൻ എപ്പോഴാ വിളിച്ചത്? സന്നിഗ്ധ ഘട്ടങ്ങൾ വരുമ്പോൾ അവർ പടച്ചവനെ വിളിച്ചിരുന്നു. പിന്നെ എന്തിനാ ബദർ ഉണ്ടായത്? അള്ളാഹു ഉണ്ട്, രണ്ടു കൂട്ടരും ഒരേ അഭിപ്രായം. പടച്ചോനാണ് സൃഷ്ടിക്കുന്നതും സംവിധാനിക്കുന്നതും, രണ്ടു കൂട്ടരും ഒരേ അഭിപ്രായം. പടച്ചോനോട് പ്രാർത്ഥിക്കാം, രണ്ടു കൂട്ടരും ഒരേ അഭിപ്രായം. പിന്നെ എന്തിനാ ബദർ ഉണ്ടായത്? അതാണ് എല്ലാ ഫാത്തിഹയിലും അതിന് മറുപടിയുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെയേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോടേ ഞങ്ങൾ സഹായം തേടൂ. അതാണ് മലയാള പരിഭാഷ വന്നപ്പോ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇതിലായിരുന്നു തർക്കം. പടച്ചോൻ ഉണ്ടെന്ന വിഷയത്തിലോ പടച്ചോനാണ് സത്താവ് എന്നുള്ള വിഷയത്തിലോ പടച്ചോൻ ആരാധിക്കുന്ന വിഷയത്തിലൊന്നും തർക്കല്ല. മാത്രത്തിലാണ് പ്രശ്നം. പടച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അമ്പിയാക്കന്മാർ പറഞ്ഞു. അതിന്റെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു. അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തിനാ ബദർ ഉണ്ടായത്? ബദറിന്റെ വിശ്വാസം എന്താണ്? പടച്ചവനോടും പ്രാർത്ഥിക്കാം, പടച്ചവനല്ലാത്തവരോടും പ്രാർത്ഥിക്കാം. ഒരു കൂട്ടർ പടച്ചവനോട് മാത്രമേ ഇബാദത്തുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും, അത് പ്രാർത്ഥനയാകട്ടെ, നേർച്ചയാകട്ടെ, വഴിപാടാകട്ടെ, അത് റബ്ബിന് മാത്രമേ പറ്റൂ. മറ്റൊരു കൂട്ടം ഇവർ തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയത്. ഇനി സഹോദരങ്ങളെ, ഈ ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അവരുടെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ലാത്തയെ, ഉസ്സയെ, ജിന്നുകളെ, മലക്കുകളെ, ഇങ്ങനെ പലതിനെയും നിങ്ങൾ ആരാധിക്കല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ മറുപടി? വിശുദ്ധ ഖുർആൻ പറയുന്നു 39-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്തിൽ കാണാം, അവർ പറയും 10-ാം അധ്യായത്തിലെ 18-ാമത്തെ ആയത്തിൽ അവർ പറയുന്നു, സൂറത്ത് യൂനുസിൽ അവർ പറയും, ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യും. മുഹമ്മദേ, ഇബ്രാഹിം നബി പടച്ചോനാ ഞങ്ങൾ പറയുന്നില്ല, ഇസ്മായിൽ നബി ആകാശത്തെ സൃഷ്ടിച്ചു ഞങ്ങൾ പറയുന്നില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ? നമ്മുടെ വിഷമം നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ ആ വിഷമം ആരോട് പറയും? പടച്ചോനോട് പറയും. ഇതാണ് ആര് പറഞ്ഞ മറുപടി? ഞാനും നിങ്ങളും ഖുർആൻ ഓതുമ്പോൾ മുശ്രിക്കീൻ എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ മക്കയിലെ മുസ്ലിങ്ങളോട് പറഞ്ഞ മറുപടിയാണ്, ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഞങ്ങളെ അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യാൻ അല്ലാതെ ഞങ്ങൾ അവരെ വിളിക്കുന്നില്ല. 39:3 പറഞ്ഞത് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ലാതെ. ഇതാര് പറഞ്ഞ മറുപടിയാ? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകള് മുസ്ലിങ്ങളോട് പറഞ്ഞ മറുപടിയാണ്. ഇനി 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 21-ാമത്തെ ആയത്തിൽ കാണാം, അവരോട് അള്ളാഹു ഇറക്കിയതിനെ നിങ്ങൾ പിൻപറ്റുന്നവർ പറഞ്ഞാൽ ഖാലൂ ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ഞങ്ങളുടെ പിതാക്കൾ എന്താ ചെയ്ത് അത് ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് വേറൊന്നും കേൾക്കില്ല, ഞങ്ങളെ വാപ്പകാരണവന്മാരെന്താ ചെയ്ത് അതേ ഞങ്ങൾ ചെയ്തു. ആരോട് പറഞ്ഞ മറുപടിയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഖുർആനിൽ കൊടുത്ത മറുപടി എന്താ അറിയോ? നിങ്ങളുടെ മാതാപിതാക്കൾ വഴിപിഴച്ചവരാണെങ്കിലോ. അപ്പോൾ സഹോദരങ്ങളെ, ദീനിൽ നമ്മുടെ മാനദണ്ഡം ഉപ്പയല്ല, ഉമ്മയല്ല, വല്യുമ്മയല്ല, വാപ്പ കാരണവന്മാരല്ല. അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കണം. പക്ഷെ ദീനിൽ നമ്മൾ അനുസരിക്കേണ്ടത് ആരെയാണ്? അമ്പിയാക്കന്മാരെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ സ്വഹാബത്ത് മുൻഗാമികളെയാണ്. ആരാണ് മുൻഗാമികൾ? മാ അന അലൈഹി യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അപ്പൊ ദീനീ വിഷയത്തിൽ ഉപ്പയുടെ അഭിപ്രായത്തിൽ മകനുണ്ടാകാം. എന്റെ ഉപ്പാന്റെ അഭിപ്രായം അങ്ങനല്ലോ, എനിക്കറിയില്ല. ഉപ്പയും ഞാനൊക്കെ റസൂൽ സ്വഹാബത്ത് പഠിപ്പിച്ചതുപോലെ പോകേണ്ടതാണ്. ഇതായിരിക്കും നമ്മുടെ മറുപടി. അപ്പൊ ഈ 3 ന്യായങ്ങളാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മക്കയിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത്. 1, ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. 2, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ. 3, ഞങ്ങളുടെ പിതാക്കൾ അങ്ങനെ ചെയ്തതായി ഞങ്ങൾ കണ്ടു. സഹോദരങ്ങളെ, ഇവിടെയാണ് ഈ ഒരു തരത്തിലുള്ള അടുപ്പിക്കലും ശുപാർശയും പടച്ചോന്റെ അടുത്തൊക്കെ ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. ഈ ആശയങ്ങൾ തമ്മിലാണ് ബദറിൽ വെച്ച് ഏറ്റുമുട്ടിയത്. അപ്പൊ അതുകൊണ്ട് ബദരീങ്ങളുടെ ആദർശം എന്താ? ബദർ യുദ്ധത്തിന് പോകുമ്പോ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും എന്ത് ചെയ്തു എന്ന് 8-ാം അധ്യായം സൂറത്ത് അൻഫാലിൽ നമുക്ക് കാണാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ബദർ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇതേ സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ ഈ ഇരുവിഭാഗത്തിൽ ഹക്കിന്റെ ഉടയവരായ ആളുകളെ നീ വിജയിപ്പിക്കണേ എന്ന് അബൂജഹലും കഅബയുടെ കില്ല പിടിച്ചു പ്രാർത്ഥിക്കുന്നു. കഅബയുടെ കില്ല പിടിച്ചാണ് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട് നമുക്കത് കാണാം. പുറപ്പെട്ട മുജാഹിദിന്റെ പാട്ട് കാണാം. ഇറയോനെ പടച്ചോനെ എന്ന് പറഞ്ഞ ആര് പ്രാർത്ഥിച്ചു? അബൂജഹൽ പ്രാർത്ഥിച്ചു. മുശ്രിക്കിന്റെ നേതാവായ അബൂജഹൽ പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹിയും പ്രാർത്ഥിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം, ഫസ്തജാബ ലക്കും അപ്പോൾ നാം നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെയുള്ള 1000 മലക്കുകളെ കൊണ്ട് നാം നിങ്ങളെ സഹായിച്ചു. അപ്പൊ ബദറിന് പോകുമ്പോ റസൂലുള്ള പടച്ചോനോട്, ബദറിന് പോകുമ്പോ അബൂജഹലും പടച്ചോനോട്, രണ്ടുകൂട്ടരും പടച്ചവനോടാണ് പ്രാർത്ഥിച്ചത്. ആ പടച്ചവനോട് പ്രാർത്ഥിച്ച 2 കൂട്ടർ തമ്മിൽ ഏറ്റുമുട്ടിയത് പടച്ചവനിലേക്ക് അടുപ്പിക്കാൻ ഇബ്രാഹിം നബി, പടച്ചവനോട് ശുപാർശ ചെയ്യാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇങ്ങനെ അവർ ഇടയാളന്മാര് വെച്ചു. അതിന് ഖുർആൻ കൊടുത്ത മറുപടി വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ കാണാം, പല സ്ഥലങ്ങളിലായി കാണാൻ പറ്റും. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. സൂറത്ത് ഖാഫിൽ പഠിപ്പിക്കുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യ മനസ്സിലുള്ള വിചാരങ്ങൾ, മന്ത്രങ്ങൾ നാം അറിയും. മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ നാം അവനോട് അടുത്തിരിക്കുന്നു. എന്താ പറഞ്ഞത്? പടച്ചോനാണ് സൃഷ്ടിച്ചത്. 2, മനസ്സിലുള്ളത് പടച്ചോൻ അറിയും. 3, അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കഴിവും നമ്മുടെ ജീവനാഡിയേക്കാൾ അടുത്തിരിക്കുന്നു. സൃഷ്ടിച്ചവനോട് പരിചയപ്പെടുത്തണോ? മനസ്സിലുള്ളത് അറിയുന്നവനോട് റെക്കമെൻഡ് വേണോ? ജീവനാഡിയേക്കാൾ അടുത്തവനോട് അടുപ്പിക്കണോ? അതാണ് മക്കയിലെ മുശ്രിക്കുകളെ പറ്റി ഖുർആൻ പറഞ്ഞത്, മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അവർ പടച്ചോനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. ആരൊക്കെ പറഞ്ഞ് അടുപ്പിച്ചു പോണ്ട ആളാണ് പടച്ചോന. പടച്ചോനല്ലേ നമ്മളെ സൃഷ്ടിച്ചത്, അവനല്ലേ നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നത്, അവനല്ലേ നമ്മുടെ ഏറ്റവും അടുത്തത്. ഇതായിരുന്നു ഖുർആൻ കൊടുത്ത മറുപടി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ വദൂദ്, ഏറ്റവും സ്നേഹമുള്ളവനാണ്. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മയും ഉപ്പയുമല്ല, ഭാര്യയോ ഭർത്താവോ അല്ല, മക്കളല്ല. മക്കളെ നൽകിയവൻ, ഭാര്യയെ നൽകിയവൻ, പ്രിയപ്പെട്ട ഉമ്മയെ നൽകിയവൻ, ആ ഉമ്മയുടെ ആ കാരുണ്യം നമുക്ക് നൽകിയ റബ്ബ് നമുക്ക് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മൊബൈൽ ഒരാൾ തന്നു. മൊബൈലിനോടാണോ ഇഷ്ടം? മൊബൈൽ തന്ന ആളോടാണോ ഇഷ്ടം? ഉമ്മയോടല്ല, ഉമ്മയെ തന്നവനോടാ കൂടുതൽ ഇഷ്ടം വേണ്ടത്. അള്ളാഹു ഇത് മനസ്സിലാക്കാൻ തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഏറ്റവും സ്നേഹിക്കുന്ന റബ്ബിനോട് റെക്കമെൻഡ് വേണം. ഇതായിരുന്നു അവർക്ക് പറ്റിയ തകരാർ. ഇനി സഹോദരങ്ങളെ, നമ്മളത് കണ്ണൂർക്ക് വരിക, നമ്മളൊന്ന് കണ്ണൂർക്ക് വരിക. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉറ്റവർ, ഉടയവർ പലരും അറിവില്ലാത്തത് കൊണ്ടാണ്. ബദരീങ്ങളെ കാക്കണമെന്ന് വിളിക്കുമ്പോ അത് പാടില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തവരൊക്കെ പറയുന്നു. ബദരീങ്ങളെ തള്ളി പറയണ്ട. ഒരു പടച്ചോനെ നമ്മൾ പറയുന്നില്ല. മഹാന്മാരല്ലേ നമ്മളെ പടച്ചോനെ അടുപ്പിക്കുക, നമ്മളെ പഠിച്ചോണ്ടത് ശുപാർശ. നമ്മളെ ആ കബർസ്ഥാനിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ നരകത്തിലാണ്. നോക്കൂ, നാട്ടിൽ നിന്ന് കേൾക്കുന്ന മറുപടി നോക്കൂ. മക്കയിലെ മുശ്രിക്ക് പറഞ്ഞ അതേ ന്യായം നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ആരെയും നമ്മൾ തള്ളിപ്പറഞ്ഞ് ആരെയും പരിഹസിക്കാനും ചീത്ത പറയാനുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. ലോകത്തെ കാലഘട്ടത്തിലും ശിർക്ക് ഇങ്ങനെ തന്നെയാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ബദരീങ്ങളുടെ മാർഗം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി
യുഹിബ്ബുകുമുല്ലാഹ്. മുഹമ്മദ് നബിയെ പറയണം, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക. അതാണ് ബദരീങ്ങളെ സ്നേഹിക്കൽ, ബദരീങ്ങളെ പിന്തുടരുക, അവരെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തി അവരെ അനുസരിക്കുക. അതാണ് ബദരീങ്ങളോടുള്ള റസൂലുള്ളാഹിയോടുള്ള സ്നേഹം. അതിൽ ഏറ്റവും പ്രധാനം എന്താ? അവരാരോട് പ്രാർത്ഥിച്ചു? ബദറിന് പോകുമ്പോ ആരോട് പ്രാർത്ഥിച്ചു? ബദറിന് പോകുമ്പോ അവർക്ക് ഇബ്രാഹിം നബിനെ അടുത്ത് വെച്ചൂടെ? ഇസ്മായിൽ നബിനെ വെച്ചൂടെ? നൂഹ് നബി അലൈഹി സ്വലാമിനെ വെച്ചൂടെ? ആരും ഇത് തസ്തഗീസൂന റബ്ബക്കും, നേരിട്ട് റബ്ബിനോടാണ് റസൂലുള്ളാഹിയും സഹാബികളും പ്രാർത്ഥിച്ചത്. ആ ബദർ എന്ന സ്ഥലം ഇപ്പൊ അവിടെ ഉണ്ട്. ബദർ നടന്നതിന്റെ തൊട്ടടുത്ത വർഷം റസൂലുള്ളാഹി ജീവിച്ചിരിപ്പില്ലേ? എല്ലാരും കൂടി അവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചൊല്ലിയോ? ഒരു ബലിമൃഗത്തെ ഇപ്പോഴും ഭൂമിയിലുള്ള ആ ബദറിന്റെ സ്ഥലത്ത് വെച്ച് ഒരു ബലിമൃഗത്തെ ബദർ കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം റസൂലുള്ളാഹി അവിടെ അറുത്തോ? സ്വഹാബത്ത് അറുത്തോ? ഇല്ല. എല്ലാരും പറയാൻ അങ്ങനൊന്നുമില്ല. അപ്പോ സഹോദരങ്ങളെ, ബദരീങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ വമ്പിച്ച വ്യതിയാനം മുസ്ലിം സമൂഹത്തിൽ വന്നിരിക്കുന്നു. ഒരർത്ഥത്തിൽ ഇത് ക്രൈസ്തവർക്ക് വന്നതുപോലെയാണ്. ക്രൈസ്തവർ ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചത് എന്റെയും നിങ്ങളുടെയും റബ്ബായ പടച്ചോനെ നിങ്ങൾ ഇബാദത്ത് എടുക്കുമെന്ന് ആരെ പഠിപ്പിച്ചത്? ഈസാ നബി അലൈഹി സ്വലാം. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? ഈസാ നബിയെ കാക്കണമെന്ന് വിളിക്കാൻ തുടങ്ങി. നമ്മളെ പറ്റിയുള്ള പരാതി എന്താ? നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നില്ല. എന്താ പ്രശ്നം? യേശുവെ കാക്കണമെന്ന് വിളിക്കുന്നില്ല. നമ്മൾ പറയുന്നു നമ്മൾ ഈസാ നബിയുടെ ആളുകളാണ്, ഈസാ നബിയിൽ വിശ്വസിച്ചാലേ നമ്മൾ മുസ്ലിങ്ങളാകൂ. ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചതുപോലെ നമ്മൾ റബ്ബിനെ മാത്രം ആരാധിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാം ദൈവപുത്രനാണെങ്കിൽ അതിനേക്കാൾ മുമ്പ് ദൈവപുത്രനാകേണ്ട മറ്റൊരാളുണ്ട്, ആദം നബി അലൈഹി സ്വലാം. മാതാവുമില്ല, പിതാവില്ല. പിതാവില്ലാത്തതിന്റെ പേരിൽ ദൈവം മറുപടിയാണ് ആദമിനെ പോലെ. ആദം നബി അലൈഹി സ്വലാമിന് മാതാവില്ല, പിതാവില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം ദൈവപുത്രനാകേണ്ടത് മഹാനായ ആദം നബി അലൈഹി സ്വലാമില്ല. അപ്പൊ സഹോദരങ്ങളെ, അതുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങളെ തള്ളിപ്പറയുന്ന, ബദരീങ്ങളെ നിന്ദിക്കുന്ന, ബദരീങ്ങളെ പരിഹസിക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ബദരീങ്ങളെ കാക്കണേന്ന് വിളിക്കൽ. അവർ പടച്ചോനെ കാക്കണേന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ. നിങ്ങൾ വിളിക്കുന്ന ഇബ്രാഹിം നബിയെ കാക്കണേ, നിർത്തണം അവിടെ. നിങ്ങൾ വിളിക്കുന്ന ഇസ്മായിൽ നബിയെ കാക്കണേ, പറ്റില്ല. സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഒരാജിയാമാരായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ ഉംറ ചെയ്തിട്ടുണ്ട്. റസൂലുള്ള വരുമ്പോൾ കഅബാലയത്തിന്റെ ഭരണം ആരുടെ കയ്യിലാ? മക്കയിലെ മുശ്രിക്കിന്റെ കയ്യിലാണ്. അവരാണ് കഅബ പരിപാലിക്കുന്നത്. വിഗ്രഹങ്ങൾ, ധാരാളം വിഗ്രഹങ്ങൾ കഅബാലയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ഇനിയോ ഞാനോ നിങ്ങളോ ഉംറ ചെയ്യുകയാണെങ്കിൽ, ഹജ്ജിന് പോവുകയാണെങ്കിൽ നമ്മൾ മീഖാത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചെല്ലാൻ തുടങ്ങും, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ആദ്യ ഭാഗം അങ്ങനെയാണല്ലോ. ഇങ്ങനെ തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകൾ നമ്മൾ ചെല്ലുന്ന അതേ തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. മുശ്രിക്കിന്റെ തൽബിയത്തും മുസ്ലിമിന്റെ തൽബിയത്തും ഈ ഭാഗം വരെ ഓക്കെ. അടുത്ത ഭാഗമാകുമ്പോ പ്രശ്നം എന്താ? ഇല്ല, അവർ പറയണം ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. ഒരു പങ്കുകാരും. ആദ്യം പറഞ്ഞു നിനക്ക് യാതൊരു പങ്കുകാരും, പിന്നെ പറയാം ഒരു പങ്കുകാരും. ഹുവലക, അത് നിന്റേതാണ്. പടച്ചോനെ, ഞങ്ങൾ ചില പങ്കുകാരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അത് നിന്റേതാണ്. ഇബ്രാഹിം നബി നിന്റേതല്ലേ? ഇസ്മായിൽ നബി നിന്റേതല്ലേ? അടുത്തത് തംലികുഹു വമാ മലക, അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീനതയിലുള്ളതാണ്. നീ കൊടുക്കാത്ത ഒരു കഴിവ് ആർക്കില്ല? ഇബ്രാഹിം നബിക്കില്ല. ഈ അപ്രസുഖം പറ്റില്ല. ഈ തൽബിയത്തിന് അത് പറ്റില്ല, അത് ഒഴിവാക്കണം. അവിടുന്നാണ് പ്രശ്നം. സഹോദരങ്ങളെ, അള്ളാന്റെ കഴിവ് അള്ള വേറുള്ളവർക്ക് കൊടുക്കുമോ? എല്ലാം കേൾക്കുക പടച്ചോന്റെ കഴിവാ. അത് അള്ള വേറുള്ളവർക്ക് കൊടുത്താ പിന്നെ ആ വിഷയത്തിൽ ആ വ്യക്തി അല്ലായില്ലേ? അള്ളക്ക് കഴിവ് കൊടുത്തൂടെ? സഹോദര, അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ് അള്ളാഹുവിന്റെ കഴിവെങ്കിൽ അത് അള്ളാഹു മറ്റൊരാൾക്കും കൊടുക്കില്ല. ഇത് മക്കയിലെ മുശ്രിക്കിന്റെ പെടച്ചവാദമാണ്. തംലികുഹു വമാ മലക, അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീനതയിലുള്ളതാണ്. ഈ ആശയങ്ങൾ തമ്മിൽ ആ ബദറിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോ മക്കയിലെ ബദരീങ്ങൾ ജയിച്ചത് അവരുടെ ആയുധബലം കൊണ്ടല്ല, ആൾബലം കൊണ്ടല്ല. കാരണം 300-ൽ പരമേ ഉള്ളൂ.
വളരെ ദുർബലരാണ്. വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരിക്കുന്ന. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായി ഭൗതികമായി ദുർബലതല്ലപ്പോ അല്ലാഹു മലക്കിനെ ഇറക്കി. പിന്തിരിഞ്ഞോടി. നമ്മളെക്കാൾ ഇഷ്ടം പോലെ ആൾക്കാർ മനുഷ്യരൂപത്തിലാണ് മലക്കിറങ്ങിയത്. പിന്തിരിഞ്ഞോടി. അപ്പൊ ബദറില് ആരാ ഇടപെട്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ബദറിന്റെ മർമ്മം. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ തള്ളിപ്പറയുന്ന, ഇസ്മായിൽ നബിയെ തള്ളിപ്പറയുന്ന, ലാത്ത ഉസ്സ മനാത്ത തുടങ്ങിയ മഹാന്മാരെ തള്ളിപ്പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾക്കെതിരെ റസൂലുള്ളാഹി നിലകൊണ്ടു. ഇബ്രാഹിം നബിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയെ കാക്കണമെന്ന് പറഞ്ഞിട്ടല്ല, ഇബ്രാഹിം നബി പഠിപ്പിച്ചതുപോലെ ഇന്ന് നമ്മളൊരു ബദർ നടത്തണം. ആയുധവും ഒന്നും വേണ്ട, അതിന് ബോംബ് വേണ്ട, അതിന് തോക്കൊന്നും വേണ്ട. നമ്മൾ ആദർശ യുദ്ധം നടത്തിയാൽ മതി. മങ്ങളൊന്നും മനസ്സിലാക്കി, ഞാൻ ബദരീങ്ങളെ സ്നേഹിക്കുന്ന, ഞാൻ ഇപ്പൊ ജുമ കഴിഞ്ഞ് വരികയാണ് ഉമ്മ, ഞാൻ ജുമ കഴിഞ്ഞ് വരികയാണ്. പള്ളിയിൽ പറഞ്ഞ് ബദരീങ്ങളെ സ്നേഹിക്കണം എന്നാണ് ഉമ്മ. ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് ബദരീങ്ങളെ കാക്കണേന്ന് വിളിച്ചിട്ടല്ല ഉമ്മ. ബദരീങ്ങൾ വിളിച്ചത് പടച്ചോനെയാണ്, ബദരീങ്ങളുടെ നേതാവാണ് റസൂലുള്ളാഹ്. നമുക്ക് പഠിപ്പിച്ച എല്ലാ ദുആകളും അല്ലാഹുമ്മ റബ്ബനാ നല്ലേ എന്ന ഈ ആദർശം, ബദരീങ്ങൾ നടത്തിയ ആ യുദ്ധം, ആ ആദർശ യുദ്ധം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലകൊള്ളണം. ഖിയാമത്ത് നാൾ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ബദറിന്റെ ഈ മർമ്മം അതിലെങ്ങാനും തകരാറ് വന്നു റബ്ബ് സുബ്ഹാനഹു വ തആലയെ അടുപ്പിക്കാൻ ഒരാൾ വേണം. ആലോചിച്ച് നോക്കി, നമ്മളെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതുന്നുണ്ട്. അള്ളാഹു എല്ലാ കുട്ടികൾക്കും ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ, അവരുടെ പഠനത്തിൽ ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. കുട്ടി പരീക്ഷ എഴുതുമ്പോൾ ഒരു ജാറത്ത് പോയിട്ട് ഞാനിങ്ങനെ പരീക്ഷ എഴുതാൻ പോവാണ്, നിങ്ങളൊന്ന് പഠിച്ചവനോട് പറയണം. അതാണല്ലോ ആൾക്കാർ പറയുന്നത്, ഓരോട് പ്രാർത്ഥിക്കില്ല, ഓരോട് പറഞ്ഞു ഒരു പഠിച്ചവനോട് പറയണം. അങ്ങനെ നമ്മളെ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ജാറത്ത് പോയി ഒരു കുട്ടി പ്രാർത്ഥിച്ചു. ആരോട്? ആ ജാറത്ത് മരിച്ചെടുക്കുന്ന ആളോട് പറഞ്ഞു. ആ മരിച്ചെടുക്കുന്ന ആൾ പഠിച്ചവനെ ഞാന് പിന്നെ കണ്ണൂർ അപ്പൊ പഠിച്ചവൻ പറഞ്ഞു, ഏഷ്യ വൻകരയിൽ, ഇന്ത്യ രാജ്യത്ത്, കേരള സംസ്ഥാനത്ത്, ആ കണ്ണൂർ ജില്ലയിൽ ഇന്ന് പഠിച്ചവന് സ്ഥലം മനസ്സിലായി. എന്താ വിഷയം? അത് അവിടെ പിന്നെ ഫായിസ എന്നുള്ളൊരു കുട്ടി ഉണ്ട്. ആ കുട്ടി ഇങ്ങനെ പഠിച്ചവൻ അങ്ങനെ പരീക്ഷ എഴുതുന്നല്ലോ. ഈ ഒന്ന് ശരിയായി കൊടുക്കും. ആ പൊട്ടത്തരാലോചിച്ചു. ഈ മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ആ മോളെ സൃഷ്ടിച്ചതാരാ? ആ മോള ആ ജാറത്ത് പോകുന്ന പഠിച്ചോ കാണുന്നില്ലേ? എന്തൊരു വിഡിത്തമാണ് സഹോദരങ്ങളെ. നിങ്ങളെല്ലാവരും ജുമ എന്നെ പിടിച്ച് ജീപ്പിലിട്ടിട്ട് വാപ്പനെ നിങ്ങളെ മോ സലീമാണ്, എന്റെ വാപ്പക്ക് എന്നെ പരിചയപ്പെട്ടു. അതിലും വലിയ വിഡിത്തല്ലേ? പടച്ചവന്റെ പടപ്പിനെ പടച്ചവന് പരിചയപ്പെടുത്തുക. ഈ വിഡിത്തത്തിന്റെ പേരാണ് ശിർക്ക്. പടച്ചോനിൽ പങ്കുചേർക്കൽ. അതെങ്ങാനും വന്നാൽ മുഹമ്മദ് നബിയെ നീ തന്നെ അല്ലാഹുവിൽ പങ്കുചേർത്താലും നിന്റെ അമലുകൾ ബാത്തിലായി പോകും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ ആ വ്യക്തിക്ക് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദർ വരുമ്പോ പടച്ചോനെ മാത്രം വിളിക്കാനുണ്ടാക്കിയ പള്ളിയിലെ മൈക്ക് കൊണ്ട് ഓണാക്കിയിട്ട് യാ അഹ്ല ബദർ അശ്ഹദ പള്ളിയിൽ വിളിച്ച് പ്രാർത്ഥിക്കുക. ബദരീങ്ങളെ പള്ളി എന്തിനാ ഉണ്ടാക്കിയത്? പടച്ചോനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ. ഈ ദുരന്തമാണ് അടുത്ത ദിവസം നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത്. ജനങ്ങളോട് മല്ലിടരുത്. ജനങ്ങൾക്ക് വിഷയം അറിയാത്തത് കൊണ്ടാ മൈക്ക് കെട്ടി അങ്ങാടിയിൽ ഓരോ പ്രദേശത്തും മൈക്ക് കെട്ടി പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? നല്ല നിലക്ക് ആരും ചീത്ത പറയണ്ട. എന്താണ് ബദരീങ്ങൾ, എന്താണ് ബദർ, ഇത് പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, നാം പറഞ്ഞ ബദരീങ്ങളെ സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ വരാറുണ്ട്. ശരി, അത് ശരിയാണ്, ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല. ചോറ് ഭക്ഷണത്തിൽ എന്താ പ്രശ്നമുള്ളത്? സാധാരണ ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എന്താണ് ആ ഭക്ഷണത്തിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട്? എന്തിന്റെ പേരിലാ ഭക്ഷണം? ബദരീങ്ങളുടെ ആണ്ടിന്റെ ചോറ് സാധാരണ ബിരിയാണി പോലെയാണോ? അല്ല. അത് തിന്നാ എന്തോന്നിങ്ങനെ ശരീരത്തിലൊക്കെ അല്ലേ? ആ ബദരീങ്ങളുടെ ചോറിന് വീട്ടിലുണ്ടാക്കിയ ബിരിയാണി എന്തൊരു വ്യത്യാസം! അത് ആരാധനയുടെ ഭാഗമാണ്. അത് അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയുടെ ഭാഗമാണ്. വലാ തഅകുലൂ മിമ്മാ ലം യുദ്കിർ ഇസ്മുല്ലാഹി അലൈഹി.
അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചു പോകരുത്. 6:121 അല്ലാഹു പഠിപ്പിക്കുന്നു, കഴിക്കാൻ പാടില്ല. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ. 4 ഭക്ഷണം നിങ്ങൾക്ക് ഹറാമാണ്: രക്തം, ശവം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. അത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. സംഭാവന ചോദിച്ചാൽ കൊടുത്തോളൂ. നമ്മളെ ബദിരിങ്ങൾ ആണ്ട് നിങ്ങളെ വക 2 ചാക്ക്, ഇനി പോലെ പഴക്കണ്ട, പിടിച്ചോ 2 ചാക്ക്. എന്തിനാ ഈ 2 ചാക്ക് കൊടുത്തത്? എന്തിനാ തന്നത്? ഞങ്ങളെ ഈ പടച്ചോന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തില്ലേ, അത് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി ബദിരിയും കൊടുക്കാൻ തീരുമാനിച്ചു. തിരി പൈസ പറഞ്ഞത് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട കാര്യം ഞങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട്. ആ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചക്ക് നിങ്ങളെ വക പൈസ വേണമെന്നാ പറഞ്ഞത്. ഏറ്റവും വലിയ പാപം മയക്കുമരുന്നല്ല, മദ്യമല്ല, കൊലപാതകമല്ല. അല്ലാഹു പറയുന്നു, ശിർക്ക് ഏറ്റവും വലിയ പാപമാകുന്നു. അപ്പൊ കള്ളുടിക്കാൻ പൈസ വെച്ചാൽ ഒരാൾ വന്നിട്ട് എന്താ ചെയ്യാ? നമ്മൾ മറുപടി പറഞ്ഞോളൂല്ലേ? വ്യഭിചരിക്കാൻ പൈസ വെച്ചാൽ? എന്നാൽ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത്, പ്രാർത്ഥന, നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ പണം വേണം. കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. പറയാ, ഞാൻ ബദരീങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്, അതും തരാൻ പറ്റൂല. നേർച്ച ഇബാദത്താണ്. നേർച്ച ഇസ്ലാമിലുണ്ട്. യുഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. അതെ, എല്ലാ വെള്ളിയാഴ്ചയും 2ാമത്തെ റക്അത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പറയുന്നു, സ്വർഗ്ഗവാസികളുടെ പ്രത്യേകത യുഫൂന ബിന്നദിരി, അവർ നേർച്ചയെ നിറവേറ്റുന്നവർ. നേർച്ചയുണ്ട്, നേർച്ച ഇസ്ലാമിലുണ്ട്. നേർച്ച എന്താ? ഇബാദത്ത്. ബാത്താർക്കാ കൊടുക്കേണ്ടത്? പടച്ചോൻ. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ 6 നോമ്പ് ഞാൻ നോൽക്കും. പുണ്യകരമായ സുന്നത്തായ ഒരു കാര്യത്തെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നേർച്ചയാക്കിയാൽ അത് ഫർളാണ്. 6 നോമ്പ് ഫർളല്ല, പക്ഷെ നേർച്ചയാക്കിയാൽ ഫർളാണ്. അതാണ് നേർച്ച. അപ്പൊ നേർച്ച ആരുടെ പ്രീതി ആഗ്രഹിച്ച? പഠിച്ചോ അല്ലേ? അപ്പോ ബദരീങ്ങളുടെ ആണ്ടിലേക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ബലിമൃഗത്തെ ആരെങ്കിലും ആക്രമിച്ചു, ഒരു കേടുപറ്റിട്ടാ, അത് ബദരീങ്ങൾ ആണ്ടിലേക്കില്ല, കേട്ടാ പോയത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നേർച്ചയുണ്ട്, അത് ഇബാദത്താണ്, പടച്ചവന് മാത്രം. എന്നാൽ ബദരീങ്ങളുടെ ആണ്ടിലേക്ക് കൊടുക്കുമ്പോൾ അത് വകുപ്പ് മാറും. അതുകൊണ്ട് ആ സംഭാവന നമുക്ക് കൊടുത്തുകൂടാ. ഇനി കുട്ടികളല്ലേ, നമ്മുടെ കുട്ടികൾക്ക് നമ്മളാ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമകനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ നദീം, ശിർക്ക് എന്ന് പറഞ്ഞാൽ മഹാപാപമാണ്. നമ്മൾ ഇങ്ങനെ ഇരുത്തിയിട്ട് കുട്ടിനോട് പറയണം, മോനെ തറവാട്ടിൽ ബദരീങ്ങൾ ആണ്ടാണ്, പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല. കാരണം എന്താണ് മോനെ? ഇരുന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ പോയിക്കോട്ടെ. ഖുർആൻ പറയാ, ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കണം. യാ ബുനയ്യ, പ്രിയപ്പെട്ട മകനെ. ലുഖ്മാൻ അലൈഹിസ്സലാം പൊന്നുമോന് പഠിപ്പിച്ചു കൊടുക്കാണ് എന്താണ് തൗഹീദ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ രക്തത്തിലൂടെ ശിർക്കുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തിന്റെ വകുപ്പിലുള്ള രക്തം ഓടാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് കുറച്ച് സ്ട്രോങ് ആണല്ലോ. ഞാനൊക്കെ പറയണോ സഹോദരങ്ങളെ? ഇസ്ലാം ഗൗരവമായി പഠിപ്പിച്ച കാര്യം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അല്ലാഹു അല്ലാത്തവർ നിങ്ങൾ ആരാധിക്കുന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോടൊപ്പമല്ല. ആ വിഷയത്തിൽ ഞാൻ നിങ്ങളോടൊപ്പമല്ല. എല്ലാ കാര്യത്തിലും നമുക്ക് സഹകരിക്കാം, പക്ഷെ റബ്ബിന് മാത്രം കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളെ പറ്റി നല്ല മനുഷ്യനാണ്. വീട്ടിലൊരു പ്രശ്നം മുമ്പിലുണ്ടാവുക, കുടുംബ ബന്ധം ഉഷാറ, സുബൈ കഴിഞ്ഞ് വഴി പോയി, പക്ഷെ ഉണ്ടല്ലോ 3 വയ്ക്കാൻ കിട്ടൂല, 15 കിട്ടൂല. ബദരീങ്ങളാണ്ട് പറ്റി പറയട്ടെ, അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചോനല്ലാതെ ഇബാദത്ത് എടുക്കാൻ, നേർച്ച കൊടുക്കാൻ, പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരുത്തനുമില്ല. അഖൂലൂന്നല്ല, ഞാൻ പറഞ്ഞിരിക്കും. നമ്മുടെ ജീവിതം സാക്ഷിയാകണം, നമ്മുടെ ജീവിതം സാക്ഷിയാകണം. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഇത് കേവലം നിസ്സാരമായ കാര്യമല്ല, നമ്മുടെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട ഗൗരവപരമായ കാര്യമാണ്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ മാത്രമേ ബദരീങ്ങളുടെ മാർഗം ഈ നാട്ടിൽ പറയാനുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആൾക്കാർ വിചാരിക്കുന്നു വീട്ടിലൊരു പ്രശ്നം വേണ്ട, ഞാൻ ആണ്ടിന് അവിടെ പോയി ഞാൻ ഭക്ഷണം കഴിക്കില്ല, മൂപ്പരോട് വന്നിരുന്നു. അതിന്റെ അർത്ഥം എന്താ? അമ്മായിക്കളി ഞാൻ അവിടെ ഉണ്ട്, പറ്റൂല. അശ്ഹദു, ഞാൻ സാക്ഷിയാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചോനല്ലാതെ ആരാധ്യനില്ല. നമ്മളെ പറ്റി വേറുള്ളവരൊക്കെ പറയട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹു മുസ്ലിമായി, അന്ന് നിസ്കാരം നിർബന്ധമല്ല.
ഇന്ന് ഒരാൾ മുസ്ലിമാണെന്ന് അറിയാൻ അയാൾ പിന്നാലെ ഒരു 5-6 മണിക്കൂർ പോയാൽ മതി. മുസ്ലിം അല്ല. നിസ്കാരം നിർബന്ധമല്ലാഞ്ഞിട്ടും ശരിക്കും മനസ്സിലാക്കണം, നമസ്കാരം നിർബന്ധമല്ലാഞ്ഞിട്ടും എങ്ങനെ ബിലാൽ മുസ്ലിമാണെന്ന് മനസ്സിലായി? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു സ്ഥലത്തും കാണില്ല. ഇബ്രാഹിം നബിന്റെ ആണ്ടില്ല, ഇസ്മായിൽ പോയതല്ലോ മോഹമ്മദ് പച്ച. അപ്പോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ആബ്സെന്റ് ആവുക വഴി, അവിടെ അസാന്നിധ്യം ഉണ്ടാവുക വഴി ഷഹാദത്ത് പ്രഖ്യാപിച്ചു. അള്ളാഹു ഇത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരി സഹോദരങ്ങളെ, ഇതുണ്ടെങ്കിലേ നോമ്പ് സ്വീകരിക്കൂ. ഇതിൽ തകരാറ് പറ്റിയാൽ നോമ്പ് സ്വീകരിക്കൂല, നിസ്കാരം സ്വീകരിക്കൂല. ബദരീങ്ങളെ തള്ളിപ്പറഞ്ഞോലെ നോമ്പല്ല സ്വീകരിക്കൂല, ബദരീങ്ങളെ തള്ളിപ്പറഞ്ഞോലെ നിസ്കാരം സ്വീകരിക്കൂല. അതാണ് ഗൗരവം, അതാണ് നോമ്പുമായി ഇതിലുള്ള അഭേദ്യമായ ബന്ധം. സഹോദരി സഹോദരന്മാരെ, പലരും നോമ്പുമായി ബന്ധപ്പെട്ട് പല അവസ്ഥയാണ്. ചില ആൾക്കാർ അത്യാവശ്യ സന്തോഷത്തിൽ അൽഹംദുലില്ലാഹ് ഒരു 15 ജുസു കഴിഞ്ഞു, വേറെ ചില ആൾക്കാർ 1 ജുസു കഴിഞ്ഞു 2ാമത്തെ തുടങ്ങി, വേറെ ചില ആൾക്കാർ നിങ്ങളൊന്നും പറയില്ലേ എന്റെ കാര്യം പറ്റ കഷ്ടത്തിലാണ്. ജുസുവിനൊന്നും പറയാൻ പറ്റൂല, മനുഷ്യന്മാരോട് പറയാൻ പറ്റൂല. അങ്ങനെയുള്ള എല്ലാവർക്കും മാറി ചിന്തിക്കാൻ ഇനിയും സമയമുണ്ട്. നോമ്പ് പകുതിയിലധികം ഇനിയും നമ്മളോടൊപ്പമുണ്ട്. എന്തെങ്കിലും അബദ്ധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് പറ്റിയോ? പരിഹരിച്ചോളൂ സഹോദരങ്ങളെ, പരിഹരിച്ചോളൂ. അതുകൊണ്ട് ഖുർആനുമായി കഴിഞ്ഞുകൂടുക, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. നമുക്കൊരു ട്രെയിൻ യാത്ര വന്നു, ഖുർആൻ ഓതിക്കോളൂ. കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഒരു ജുസ് കഴിയൂലേ? നമുക്കൊരു ബസ് യാത്ര, നമ്മൾ കാറിലാണ്, എല്ലാ സമയത്തും ഖുർആൻ ഓതാം. രാവിലെ ദിക്റുകൾ, വൈകുന്നേരത്തെ ദിക്റുകൾ. അങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്ത് അബദ്ധമാണോ പറ്റിയത് മുഴുവൻ ഉറപ്പിക്കണം. നമ്മള് അടുത്ത നോമ്പ് ഞാൻ ഉണ്ടാകാൻ സാധ്യതല്ല, അറിയില്ലല്ലോ. ഏറ്റവും അവസാനത്തെ റമദാനാകാം ഇത്. എങ്കിൽ എങ്ങനെയാണോ നമ്മൾ റമദാനിനെ കാണേണ്ടത്, ആ ഗൗരവത്തോടുകൂടി പരിശുദ്ധ റമദാനിനെ കാണാൻ നമുക്ക് സാധിക്കാം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ നമുക്കെതിരെ ഉണ്ടാകും. എങ്ങനെയാണെങ്കിൽ നോമ്പിന്റെ ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ, നോമ്പിന്റെ ലക്ഷ്യം മഗ്ഫിറത്താണ്, പാപമോചനമാണ്. സഹോദരി, റമദാൻ എന്ന പദത്തിന് കരിച്ചു കളയുക എന്നൊരർത്ഥവുമുണ്ട്. പാപങ്ങളെ കരിച്ചു കളയുക. ഇപ്പൊ ഇത്രയും നോമ്പായിട്ട് എത്ര പാപം നമ്മൾക്ക് പുറത്തുപോയി. നമ്മൾ പടച്ചവനോട് ഇങ്ങനെ കൈ നീട്ടുമ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറെ പാപങ്ങൾ വരുന്നു. അതിൽ എത്ര എണ്ണം കരിച്ചു? ഇല്ലെങ്കിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു, റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. എന്താ ദുആ? ബഅദ മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരു കൂട്ടരിൽ നിന്നും ദൂരെ പോകട്ടെ. അദ്റക റമളാൻ, റമളാൻ അവരുടെ അടുത്ത് വന്നു. ഫലം യുഗ്ഫർ ലഹു, പക്ഷെ അവർക്ക് പൊറുക്കപ്പെട്ടില്ല. 29 നോമ്പ് 30 നോമ്പ് നോറ്റ് തുറന്ന് പെരുന്നാൾ കഴിച്ചു. പക്ഷെ ഈ റമളാനിലേക്ക് വരുമ്പോഴുള്ള പാപം അവിടെ തന്നെ ഉണ്ട്. എങ്കിൽ അവരിൽ നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിക്ക് എത്തിച്ച വിശുദ്ധ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീലിന്റെ ദുആ സ്വീകരിക്കണേ എന്ന് ആമീൻ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിച്ചോളി സഹോദരൻ. അതുകൊണ്ട് ലൈംഗിക രംഗത്തുള്ള ഒരു അബദ്ധം, ലൈംഗിക രംഗത്തുള്ള ഒരു തെറ്റ് നമ്മോടൊപ്പം ഇപ്പൊ ഉണ്ടോ? അന്യ പുരുഷനുമായി, അന്യ സ്ത്രീയുമായി, അല്ലെങ്കിൽ സ്വർഗരതി, ഇങ്ങനെ വല്ലതുണ്ടോ? റമളാനിൽ കരിച്ചോളണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലഹരിയുമായി ബന്ധപ്പെട്ട് വല്ല പ്രശ്നമുണ്ടോ? നിർത്തിക്കൊള്ളണം. പകല് മുഴുവനും ചെയിൻ സ്മോക്കർമാർ നിർത്തി. അല്ലാഹു പറഞ്ഞു പറ്റൂല. ഒരു സ്ട്രോങ് കട്ടൻ ചായയില്ല, ഒരു പുകവലിയില്ല. ചില ആൾക്കാർ നോമ്പൊറുക്കാൻ നേരത്തെ ഒരു കയ്യിൽ ഈത്തപ്പഴം മറ്റേ കയ്യിൽ ബീഡിയായിട്ട് കാത്തിട്ടാണ്. എന്താ കാര്യം? നിക്കോട്ടിൻ. ശരീരത്തിന്റെ വിഷാംശമാണ് നിക്കോട്ടിൻ. അതുകൊണ്ട് ആ മൗരി മുതൽ സുബൈ വരെ കൂടി ശ്രദ്ധിച്ചാലേ എട്ടങ്ങേർ പോയില്ലേ. അതുകൊണ്ട് മയക്കുമരുന്നുമായി, ലഹരിയുമായി ബന്ധപ്പെട്ട വല്ലതും നമ്മളോടൊപ്പമുണ്ടോ? അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് നമുക്കെതിരാകും. സകാത്ത് കൊടുക്കാത്ത ദുശ്ശീലമുണ്ടോ? ഇസ്ലാം പൂർത്തിയായിട്ടില്ല. മര്യാദയ്ക്ക് കണക്കൂട്ടി കൊടുത്തോ? ഉഹുദ് മലയോളം വളർത്തി പഠിച്ചു കൂലി തരും. സഹോദരിമാരെ ശ്രദ്ധിക്കണം. ലോഹർ സ്കരിക്കാൻ ഭർത്താവിനോട് സമ്മതിക്കണോ? ഹലോ, നിങ്ങൾ എവിടെ ഉള്ളത്? ഞാൻ ലോഹർ സ്കരിച്ചേ. സമ്മതം വേണ്ട. സക്കാത്ത് കൊടുക്കാൻ സമ്മതം വേണ്ട. സക്കാത്ത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. പലിശയുമായി ബന്ധമുണ്ടോ? അങ്ങനെ ഓരോന്നും എടുത്ത് പാപങ്ങളെ കരിച്ചു കളയാൻ ഇനിയുള്ള ദിനരാത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. സഹോദരി സഹോദരൻ,
സഹോദരന്മാരെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ആവശ്യമുണ്ട്. വാരത്തിന്റെ ഉൾപ്രദേശമായ ചുടല ഭാഗത്ത് നമുക്ക് ഒരു പള്ളി വരാൻ ഒരു സന്ദർഭം വന്നിരിക്കുന്നു. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജാറം നിലക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് ഒരു പള്ളി വരാൻ നമുക്കൊരു അവസരം ലഭ്യമായിരിക്കുന്നു. അതിനുവേണ്ടി ഈ റമദാനിൽ ജനങ്ങൾ നൽകുന്ന സംഭാവനയാണ് 40 ലക്ഷത്തോളം രൂപ. അതിന് നമുക്ക് ആവശ്യമുണ്ട്. അൽഹംദുലില്ലാഹ് ഏകദേശം 10 ലക്ഷത്തിലധികം രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വാഗ്ദാനം ചെയ്ത തന്നിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരു സെന്റിന് 3,70,50,000 അതിന്റെ രജിസ്ട്രേഷൻ പണം കൂടി കൂടും. അത് അര സെന്റ് ആകുമ്പോൾ, അത് കാസെന്റിലേക്ക് വരുമ്പോൾ, അത് ഒരു സെന്റിന്റെ 1/3 37,500 രൂപ വരും. നമുക്ക് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മളെല്ലാവരും വഖഫ് ചെയ്യും. ഒരു സെന്റ്, അര സെന്റ്, കാസെന്റ്, ഒരു സെന്റിന്റെ 10/1 നമുക്ക് ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു പള്ളി ഉണ്ടാക്കാനുള്ള മൊത്തം സ്ഥലം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ആ പ്രദേശത്ത് സുജൂദ് നടക്കുമ്പോഴൊക്കെ അതിൽ 10/1 പടച്ചവനെ സ്വീകരിക്കണേ എന്ന് ഒരുപക്ഷെ നമ്മൾ ആ പ്രദേശം പോലും കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് കബറിലേക്ക് കൂലി വരും. അതല്ല, ഒരു അതിന്റെ കാസെന്റിന് ഒരു 93,000, 1,00,000 രൂപ റൗണ്ട് ചെയ്താൽ 1,00,000 എന്റെ വക അതിലേക്ക്. അതൊന്നും കഴിയൂല, എനിക്കൊരു 10,000 കഴിയുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും ആ കാര്യത്തിൽ വഖഫ് ചെയ്യണം. ബക്കറ്റിൽ പണമിടാം. അതോടൊപ്പം തന്നെ നമുക്ക് സ്കാനറുണ്ട്. നമ്മുടെ ഇവിടെ സംഘാടകരെടുത്ത വാരത്ത പറഞ്ഞ പള്ളിക്ക് എന്റെ വക ഇത്ര പേരും നമ്പറും കൊടുത്താൽ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ പെട്ടെന്ന് തരാൻ പറ്റാത്ത ആൾക്കാർക്ക് 1 മാസം കഴിഞ്ഞാണോ 2 മാസം കഴിഞ്ഞാണോ, അല്ല വീട്ടിൽ ആലോചിച്ച് നമ്മുടെ കുടുംബം എല്ലാവരും കൂടി ഒരു സെന്റ് കൊടുത്താലോ ഒക്കെ ആലോചിക്കാം. അതുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വളരെ വിരലിനാവുന്ന പ്രവർത്തനം. അവരിൽ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഈ കാര്യത്തിന് വേണ്ടി. അവരുടെ ആ ഉദ്യമം വിജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല സംരംഭങ്ങളും വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ഒറ്റവരും ഉടയവരുമുണ്ട്. അവരിപ്പോൾ ഖബറിലാണ്. അല്ലാഹുവേ, സത്യവിശ്വാസികളായി മരണപ്പെട്ടു പോയ ഞങ്ങളുടെ എല്ലാവർക്കും നീ അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നീ അവർക്ക് പുറത്തു കൊടുക്കണമേ. അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. ക്യാൻസറും മറ്റു രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയും പലരും പറഞ്ഞു. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. ശിഫ കൊടുക്കുന്നവൻ നീ മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, എല്ലാവർക്കും നീ ശിഫ നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, നീ ശിഫയാക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ളവരുണ്ട്. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്, മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കാൻ കഴിവുള്ളവൻ വഹുവാല കുല്ലി ഷൈഇൻ ഖദീറാണ് റബ്ബേ. നീ പരിഹരിച്ചു തരണമേ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീ എത്തിച്ചു തരണമേ. അല്ലാഹുവേ, തിന്മകൾ രക്ഷപ്പെടുത്തി നന്മയുടെ മാർഗത്തിൽ നീങ്ങാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണമേ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ അവസാനം വരെ നിലകൊള്ളാനും അല്ലാഹുവേ, നിന്റെ മാർഗത്തിലുള്ള വിയർപ്പ് തുള്ളികളോടുകൂടി നീ അയക്കുന്ന ഒട്ടനവധി മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഈ ലോകത്തോട് വിട പറയുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.